ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ളതുമായ ഒരു പരിപ്പ് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ദാൽ കറി. ഈ കറി നമുക്ക് വളരെ എളുപ്പത്തിൽ, അതായത് ഒരു 1/4 മിനിറ്റ് തന്നെ മതി കറി തയ്യാറാക്കിയെടുക്കാൻ. പിന്നെ തേങ്ങ രാവേണ്ടൊക്കെ ഒരു ടൈം മാത്രം നോക്കിയാൽ മതി. അപ്പം നമുക്ക് വളരെ ടേസ്റ്റിയായ പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന വീഡിയോയിലേക്ക് പോവാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് മാവേലിയിൽ നിന്ന് വാങ്ങിച്ച പരിപ്പാണ് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് പരിപ്പ് ഞാൻ 1 മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം കറി വെക്കാനാകുമ്പോഴത്തേക്കൊക്കെ കുതിർന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അത് നന്നാക്കി വാഷ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, കാരണം ഈ പരിപ്പിന് കുറച്ച് വേവ് കുറവാണ്. ഇനിയിപ്പോൾ നല്ല വേവുള്ള പരിപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചട്ടിയിലാണ് ഇട്ട് വേവിച്ചെടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ പരിപ്പല്ലാതെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൂടിയൊക്കെ എടുത്ത് അടച്ച് വയ്ക്കാം. ഇനി പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ എല്ലാം ചിരകിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് പരിപ്പ് കൂടുതൽ എടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ തേങ്ങയും കുറച്ച് കൂടുതലെടുക്കുക. ഞാൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി തോലൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 8 എണ്ണോളം വരും കേട്ടത്. ഇനിയിപ്പോൾ കൊച്ചുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള എടുത്താൽ മതി കേട്ടോ. സവാളൻ്റെ ഒരു പകുതി പീസ് എടുത്താൽ മതി. സവാള ഓവറാകുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഒരു ഉള്ളി ഞാനിത് 4 പീസാക്കി കട്ട് ചെയ്തെടുക്കാനേ. അങ്ങനെ എല്ലാ ഉള്ളി കട്ട് ചെയ്ത് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്ന് നല്ല വലുപ്പമുണ്ട്, ഒന്ന് ചെറുതാണ്. ഇനിയിപ്പം ടൊമാറ്റോ ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം വെച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ടൊമാറ്റോ ഇവിടെ ഞാൻ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഇത് തന്നെ ഉടഞ്ഞു പോകും കേട്ടോ. ഇനി നമ്മൾ ഉടഞ്ഞില്ലെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. അതുപോലെ പച്ചമുളക് ഞാനിതാ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇത് കുറച്ച് എരിവുള്ള ടൈപ്പ് പച്ചമുളകാണ്. അങ്ങനെ അതെല്ലാം അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാണ്. തേങ്ങ നമുക്ക് നല്ലവണ്ണം അടിച്ചെടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ നല്ല ജീരകം എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/4 സ്പൂണോളം വരില്ല കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നന്നാക്കി പേസ്റ്റാക്കി അടിച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ അത് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ടൊമാറ്റോ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാൻ പോവാണ്. ഒരു ചെറിയൊരു ടൊമാറ്റോ കേട്ടോ. അതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് നന്നാക്കി ഒന്ന് അടിച്ചെടുക്കാം. ഏകദേശം നന്നാക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറിക്കൊന്ന് തുറന്ന് നോക്കട്ടോ. അപ്പോൾ പരിപ്പ് ഏകദേശം വെന്തൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കാൻ. ഇനി നമ്മളിതിലേക്ക് അടിച്ച് വെച്ച ടൊമാറ്റോൻ്റെ ഗ്രേവിയാണ് ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം മിക്സി കഴുകിയിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി ഇളക്കിയിട്ട് നമുക്ക് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയൊരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞു. കറിയൊക്കെ തുറന്നിട്ടുണ്ട്. തക്കാളി പരിപ്പെല്ലാം നന്നാക്കി ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉടഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതിയേ ഈ സമയത്ത്. ഇനി ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കൊന്ന് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇത് ഞാൻ കുറച്ച് തിക്നെസ്സിലാട്ടോ ഉണ്ടാക്കുന്നത്. പരിപ്പ് കറി കുറച്ച് തിക്നെസ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കട്ടോ. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത്. അപ്പം കറിയെല്ലാം നന്നാക്കി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഇറക്കി വയ്ക്കാൻ പോവാണ്. ഇനി ഞാൻ കറിയൊന്ന് വറവിട്ടെടുക്കാൻ പോവാണ്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വന്നതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും പിന്നെ ചെറിയൊരു സ്പൂണിന് മിൽമൻ്റെ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്. എന്നിട്ട് ചൂടായതിന് ശേഷം നമുക്ക് 1 സ്പൂണ് കടുകിട്ട് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക് നടു കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഉണക്കമുന്തിരി എടുക്കുന്നുണ്ട് കേട്ടോ വറവിലേക്ക്. ഏകദേശം ഒരു 10 എണ്ണോളം വരും കേട്ടോ. എന്നിട്ട് നന്നാക്കി അത് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ഇനി ഒന്ന് അടച്ചു വയ്ക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ ദാൽ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒന്നും കൂടെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു 1/4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കിയത്. അപ്പം പരിപ്പ് കറി ഇതാ ഒന്നും തിക്നെസ്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ സെർവ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇത് ഓണത്തിന് വാങ്ങിച്ച പാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുമ്പോഴല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ നെയ്യിൻ്റെയും പരിപ്പിൻ്റെ ഒക്കെ അടിപൊളി സ്മെല്ല്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കറി. ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഒരു കറിവേപ്പിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എളുപ്പത്തിൽ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള ടൈമാണ്. ചോറൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരിപ്പ് കറിയിലേക്ക് ഏറ്റവും നല്ല റൈസ് എനിക്ക് തോന്നുന്നത് പാലക്കാടൻ മട്ടയോ അല്ലെങ്കിൽ കുറുവായിരിക്കും. പക്ഷേ എനിക്ക് കിട്ടിയത് ആ റൈസ് അല്ല കേട്ടോ. ഇനി കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കൂടുതൽ കറി കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ കോമ്പിനേഷൻ പപ്പടമാണ് കേട്ടോ. പക്ഷേ പപ്പടം എനിക്ക് ഇല്ലായിരുന്നു. അതിന് പകരം ഞാൻ തൈരാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പം തൈര് ഒഴിച്ച് ഞാൻ കുറച്ച് ചോറ് കഴിച്ചു കിട്ടാം. പക്ഷേ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ തൈരില്ലാണ്ട് കറി മാത്രം കൂട്ടി കഴിക്കുമ്പോഴാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ്. പിന്നെ നമ്മൾ വറവിലിട്ട ആ മുന്തിരിൻ്റെ ചെറിയൊരു മധുരം കൂടെ ആകുമ്പോഴുണ്ടല്ലോ സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പം നമ്മുടെ ടേസ്റ്റിയായ പരിപ്പ് കറി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു.